ഹലോ, നമ്മളിന്ന് തിരുവനന്തപുരത്തുള്ള സൂയിലാണ് വന്നത്. വേറെ എവിടെയും കറങ്ങാനില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ തന്നെ കയറി. പൊട്ട വെയിലാണ്. പൊട്ട വെയിലത്ത് ഇവിടെ കറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിയത്. ഞങ്ങളങ്ങനെ ഇന്ന് ട്രിവാൻഡ്രം വീട് രഹസ്യം പറയണം. ഞങ്ങൾ ട്രിവാൻഡ്രം മ്യൂസിയത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ട്. അല്ലേ അത് ടിക്കറ്റ് കൊടുത്തിട്ട് അകത്ത് കയറിയിട്ടുണ്ട്. നമ്മളങ്ങനെ അകത്ത് കയറിയിരിക്കുകയാണ്. ഒന്നുമില്ല. ഈ ട്രിവാൻഡ്രത്ത് പൊട്ട വെയിൽ വരുമ്പോൾ കയറി ഒന്ന് കറങ്ങാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ സൂ മാത്രമേ ഉള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ മരവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ വെയിലും കാര്യങ്ങളൊന്നും അടിക്കൂല. അതുകൊണ്ട് പിന്നെ നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ സെലക്ട് ചെയ്തത്. അമ്മ കരിഞ്ഞ അമ്മ അത് തന്നെ അമ്മ ഇത് വന്നിട്ട് പോത്താണോ എരുമ്പേണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാര്യം ഇതിനെ ഞാൻ കാട്ടിൻ്റെ അകത്താകേണ്ട ഒരു വട്ടം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പേരൊന്നും അറിഞ്ഞൂടാ. 2 പോത്ത്, ഒറ്റ പോത്ത്. അതുവാണെങ്കിൽ പിന്നെ ഏത് മൃഗത്തിനെ കണ്ടാലും പോസ്റ്റില്ല പോലെ ഷോക്ക് അടിച്ചാണെങ്കിൽ ഇരിക്കും. പിന്നെ പൂച്ചനെയൊക്കെ കണ്ട കാലത്തൂക്കി എടുത്ത് തറയടിക്കും. അങ്ങനത്തെ ഒരു ചെറുക്കനാണ്. ഇത് യവനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആട് ജീവിതത്തിലുള്ള പൃഥ്വിരാജിന്റെ മൂഞ്ചിയാണ് ഓർമ്മ പറഞ്ഞത്. ഈ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയുക. എന്താ ബാഹുബലി. കുറേയൊക്കെ കറങ്ങിയപ്പോഴത്തേക്ക് അവിടെ തത്ത പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തെന്ന് അറിയണമില്ല. ഇല്ല സൂം ചെയ്തിട്ട് അതിനകത്ത് കാണാൻ പറ്റണമില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് കാണിക്കാത്തത്. പിന്നെ നമ്മളെ പഞ്ചവർണ്ണ തൊത്തയൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ കാണിക്കാൻ പറ്റണ സാധനങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ കൂടിൻ്റെ അങ്ങ് മുകളിലും അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കണേനൊന്നും കാണിക്കാൻ പറ്റൂല. കാര്യമെന്ന് പറഞ്ഞാൽ അത് കാണാൻ പറ്റൂല ക്യാമറ. പിന്നെ നമ്മൾ ഒരു തണ്ണീർമത്തനല്ലേ ആ മൃഗത്തിൻ്റെ പേരെന്തരി മറ്റേ വെള്ളത്തിനകത്ത് കിടക്കുന്ന നീർനായ ഉണ്ടല്ലേ, അതിനെ നോക്കി നിന്നപ്പോഴത്തേക്ക് അതിനെ അവിടെ കാണാനൊന്നും ഇല്ലായിരുന്നു. വെറും വെള്ളവും തൊട്ടിയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നു. നീർനായ മാത്രമല്ല ഇവിടെ കാണാൻ വരുന്ന ഓരോന്നും പോകുമ്പോ ഒന്നിലും ഒന്നുമില്ല. കൂട് മാത്രമേ ഉള്ളൂ. കുടുക്കേ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഒരു ഉണക്കമൂഞ്ചി കരടി ഉണ്ടായിരുന്നു. ആ കരടിയാണെങ്കിൽ മറ്റേ പൊടിയെല്ലാം കൂടെ വാരി അടിച്ച് പുകയൊക്കെ പറത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെയാണെങ്കിൽ ഒരു കൊച്ചാണെങ്കിൽ പൊത്തന്നെ തലയും കുത്തി അവിടെ വെച്ച് അടിച്ച് വീണ്. നീ തള്ളിട്ടോ നിന്നെ കണ്ട ഇനി നമുക്ക് ആ ഉമ്മണാമൂഞ്ചി കരടീനെ നമുക്ക് അടുത്ത് പോയി കാണാൻ പറ്റുമോയെന്ന് അറിഞ്ഞൂടെ. എന്നാലും ഞാൻ സൂം ചെയ്തൊന്ന് നോക്കി കാണാൻ പറ്റുമോയെന്ന്. പിന്നെ സിംഹത്തിനെയൊക്കെ നോക്കിയിട്ട് ആ ഏരിയയിലേക്ക് കാണാനില്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് പതുക്കെ നടന്ന് അങ്ങോട്ട് പോകും. അപ്പം മറ്റേ കാണ്ടാമൃഗവും വേറെ ഒരു സംഭവം ഉണ്ടല്ലേ വെള്ളത്തിൽ ഹിപ്പോപ്പൊട്ടാമസ്, അതിനെ കാണാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. ഇതിനകത്ത് മറ്റേ ഇതാണുള്ളത് ഹിപ്പോപ്പൊട്ടാമസ് കേട്ടോ. പിന്നെ ഹിപ്പോപ്പൊട്ടാമസ് എന്തൊരു അത് അതിനൊരു പ്രത്യേകതയുണ്ട്. അത് എന്തരാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യണം. പിന്നെ ആ സാധനം ചൂടായതുകൊണ്ട് വെള്ളത്തിനടിയിലായിരുന്നു. ഒരെണ്ണം മാത്രം അതുകൊണ്ട് ചക്കപ്പഴം പോലെ അവിടെ കിടക്കണം. അതിനെ മാത്രമാണ് ഇത്തിരി കാണാൻ പറ്റിയത്. ബാക്കിയെല്ലാം വെള്ളത്തിൻ്റെ അടിയിൽ. പിന്നെ സാമ്പാറിലിടുന്ന ഡിയറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതാണ് സാധനം. പുതിയൊരു സാധനമാണ്. ഇതിന് എപ്പോഴും വെള്ളം വേണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തലയിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ മരം നോക്ക് ഗൈസ്, അടിപൊളി നല്ല രസമുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ കറക്കി അടിച്ചൊരു വീഡിയോ അങ്ങ് എടുത്ത്. പിന്നെ ഉണ്ടായിരുന്നു വെള്ള കളർ ഒട്ടകപ്പക്ഷി. എന്തിനാണത് അതിൻ്റെ പേര്? പിന്നെ വെള്ളം അടിച്ച ഒരു മാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കുട്ടിമാനും വലിയമാനും എല്ലാ മാനും അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്തരാണ്? കസ്തൂരിമാൻ. കസ്തൂരി അവിടെ പിന്നെ നമ്മളെ ബാഹുബലിയിൽ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു എരുമയോ പോത്ത എന്തൊരു സാധനം ഉണ്ടല്ലേ, അല്ലല്ലോ രണദേവ് വില്ലിയെ എന്തൊരു റാമ്പന്നെ ആ ഏതോ ഒരുത്തുണ്ടല്ലേ അവ തൂക്കിയെടുത്ത് തറയടിക്കൂല്ലേ, ആ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ കാണാൻ നല്ല മസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോടെ നീത്തിട്ട് ഡബ് ചെയ്യാനും സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ എന്തിരിയത് അവിടെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് മസിലുള്ള വേറെ ഒരെണ്ണം നിൽക്കണം. ഞാൻ വിചാരിച്ചു അത് അതിൻ്റെ പ്രതിമയായിരിക്കുന്നു. അങ്ങനെയല്ല, അത് എന്തിനാ തിന്നുകൊണ്ടിരിക്കണം. അത് അനങ്ങണ പോലും ഇല്ല, വായ മാത്രമേ അനങ്ങണുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര മസിലും കാര്യങ്ങളും കേട്ടോ. ഞാൻ വിചാരിച്ച് ഈ ബാഹുബലിയിലൊക്കെ കാണുന്നത് ചുമ്മാ ഡമ്മി പീസ് മറ്റേ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. പക്ഷെ ഇത് നേരിട്ട് കണ്ടപ്പോൾ അത് കണക്കിരിക്കണു മുറ്റ സാധനം. പിന്നെ നോക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവ് വേണമെന്ന് തോന്നണ്. രണ്ടും കൂടെ പിണക്കുവാണെന്ന് തോന്നണ്. ഒരാൾ മിണ്ടാൻ വേണ്ടിയിട്ട് അടുത്ത് പോയപ്പോഴത്തേക്ക് അവള് അങ്ങോട്ട് തൊണ്ട പിണങ്ങി പോണണ്ട. ഇതൊക്കെ തന്നെ എല്ലായിടത്തും. ഒടുക്കത്തെ ചൂട് കാരണം നമ്മൾ വേറെ ഒന്നും കാണാൻ നിൽക്കുന്നില്ല. നമ്മൾ ഓനെയും കൊണ്ടിട്ട്
വെയിൽ കൊള്ളിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ റിട്ടേൺ അടിക്കാന്ന് വിചാരിച്ചിരിക്കുന്നത്. ഭയങ്കര വെയില്, നമ്മൾ ഒറ്റയ്ക്കാണ് വന്നിരുന്നെങ്കിൽ വെയിലത്ത് കളിച്ചേനെ, വെയിലത്ത് പോയേനെ. ഇവൻ ഇരിക്കണില്ല ചൂട് കാരണം, അതുകൊണ്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു വെയിലത്ത് നമുക്ക് പോകാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല, അകത്തും വെയിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു ആശ്വാസം. പിന്നെ കൊച്ചുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ വെയിലത്തിറങ്ങി നടക്കാൻ പറ്റൂലല്ലേ കൊച്ചിനെ കൊണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.